ഹലോ ഗൈസ്, വെൽക്കം ടു സ്പെക്ടർ മോട്ടോ വ്ലോഗ്സ്. സോ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മളുടെ ഹോണ്ടയുടെ ബിഗ് വിങ് ടോപ്പ് ലൈൻ കൊച്ചിയിലാണ്. നമ്മളുടെ CBR 650R വീഡിയോ എടുക്കാനായിട്ട്, വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇത് 2025 മോഡലാണ്. കുറച്ച് ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. വണ്ടിയുടെ ഡിസൈനിലായാലും വണ്ടിയുടെ പെർഫോമൻസിലായാലും നമുക്ക് വണ്ടിയുടെ വെയ്റ്റിലൊക്കെ അത്യാവശ്യം റിഡക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു 2 കളേഴ്സിലാണ് ഈ ഒരു ബൈക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നമ്മളുടെ റെഡ് കളറും പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ. നമുക്കിപ്പോൾ ബൈക്കിൻ്റെ പ്രൈസ് വരുന്നത് 12.8 lakh കൊച്ചിയാണ് വന്നേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു നേക്കഡ് വേർഷനും കൂടെ വരുന്നുണ്ട്, CB 650R. അതിന് വരുന്നത് ഒരു 11.8 lakh ആണ് ഓൺ റോഡ് കൊച്ചി വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ബുക്കിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ ഷോറൂമിൻ്റെ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. സോ നമുക്ക് ബൈക്കിൻ്റെ ഫ്രണ്ട് സെക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. ബൈക്കിൻ്റെ ഫ്രണ്ട് സെക്ഷനിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു LED ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊരു DRLും വരും, പിന്നെ ഇതിൻ്റെ താഴെയായിട്ടാണ് ഹെഡ് ലാമ്പ് വരുന്നത്. നമുക്ക് ആ ഒരു ഇരിക്കുന്ന ബൈക്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ ബൈക്കിൽ ചെയ്യാത്തത്, ഇതിപ്പോൾ ബുക്കിംഗ് കഴിഞ്ഞിരിക്കുന്ന ബൈക്കാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ DRLs ആൻഡ് ഇതിൻ്റെ അകത്താണ് നമുക്ക് LED ഹെഡ് ലൈറ്റ്സ് വരുന്നത്. ഇപ്പോൾ ഹെഡ് ലൈറ്റ് ബ്രൈറ്റ് ഇട്ടിട്ട് അടുത്തേക്കാണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ ജനറേഷൻ 650Rൽ ജസ്റ്റ് നോർമൽ ഒരു LCD ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ ഒരു കളർ TFT ഡിസ്പ്ലേ ആണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ടാക്കോമീറ്റർ, നമുക്ക് വാർണിംഗ് ലൈറ്റ് വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ലൈറ്റ്, പിന്നെ ന്യൂട്രൽ, പിന്നെ ഇവിടെ നമുക്ക് ഫ്യൂവൽ റേഞ്ച് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് വാർണിംഗ് ലൈറ്റ്സ് കാണാം. നമുക്ക് ഈ സൈഡിൽ വരുന്ന ബട്ടൺസ് വെച്ചിട്ടാണ് കേട്ടോ കൺട്രോൾ ചെയ്യുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടൈം കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് എൻജിൻ ലൈറ്റൊക്കെ ഈ സൈഡിലാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ABSൻ്റെ ലൈറ്റും വരുന്നുണ്ട്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞു പോവുകയാണ്. പിന്നെ ഇവിടെ ഒരു സൈഡ് സ്റ്റാൻഡ് വാർണിംഗ് കാണാൻ പറ്റും കേട്ടോ. ഇവിടെയാണ് നമ്മളുടെ ബൈക്കിൻ്റെ സ്പീഡോമീറ്റർ വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് പിന്നെ ഓഡോമീറ്റർ കാണാൻ പറ്റും, ഫ്യൂവൽ കൺസപ്ഷൻ എത്രയാണെന്ന് അറിയാൻ പറ്റും. ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്, ട്രിപ്പ് Aയും Bയും വരുന്നുണ്ട്. ബൈക്കിൻ്റെ ഫ്രണ്ട് സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 റാം എയർ ഇൻടേക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഫ്രണ്ട് സെക്ഷനൊക്കെ ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ പഴയ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഫുൾ ചേഞ്ചായി. നമുക്ക് ചെറിയൊരു നമ്മളുടെ ഫയർ ബ്ലേഡ് ഇല്ലേ, 1000cc ഫയർ ബ്ലേഡിൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഷോയുടെ USD ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫ്രണ്ട് റോട്ടേഴ്സ് വരുമ്പോൾ ഡുവൽ ഡിസ്ക്കാണ് വരുന്നത്. 310mm ഡുവൽ ഡിസ്ക്കാണ് വരുന്നത്. പിന്നെ വിസിൻ്റെ കാലിപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് വരുമ്പോഴത്തേക്കും 4 പിസ്റ്റൽ കാലിപ്പേഴ്സാണ് വരുന്നത്. പിന്നെ 17 ഇഞ്ച് അലോയ്സ് കാണാം. പിന്നെ ഡൺലപ്പിൻ്റെ ടയേഴ്സാണ് വരുന്നത്. 120/70 R17 ടയേഴ്സാണ് നമുക്ക് ഫ്രണ്ട് കിട്ടുന്നത്. നമുക്കിപ്പോൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്കൊരു 180/55 R17 ടയറും അലോയ് സെയിം 17 ഇഞ്ച് അലോയാണ് കൊടുത്തിട്ടുള്ളത്. നിസിൻ്റെ സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് വരുന്നത് കേട്ടോ. ബാക്ക് വരുമ്പോഴത്തേക്കും ഐ തിങ്ക് ഇതൊരു 230mm ഒരു റോട്ടറും കാണാൻ പറ്റും. പിന്നെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ഫ്രെയിമൊക്കെ ഇവിടെ കാണാൻ പറ്റും. 209 kg ആണ് ബൈക്കിന് വെയിറ്റ് വരുന്നത്. നമുക്കിപ്പോൾ ഇതിൻ്റെ സീറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് വരുമ്പോഴത്തേക്കും 810mm ആണ്. സീറ്റ് അത്യാവശ്യം നല്ല കുഷൻഡായിട്ടുള്ള സീറ്റാണ് കേട്ടോ. റൈഡർ സീറ്റൊക്കെ കുഴപ്പമില്ലാത്തൊരു പില്ലിയൻ സീറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോഴത്തേക്കും 130mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നമ്മളുടെ ബാക്കിയുള്ള സ്പോർട്സ് ബൈക്കൊക്കെ പോലെ തന്നെയാണ്, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ 649cc 16 valve DOHC ഇൻലൈൻ 4 എൻജിൻ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതിപ്പോൾ ഒരു സ്പോർട്സ് ടൂറിങ് ബൈക്കാണ് കേട്ടോ. നമുക്ക് പിന്നെ ഒരു പക്ക സ്പോർട്സ് ബൈക്ക് എന്ന് പറയുമ്പോൾ മിഡിൽ വെയ്റ്റ് സെഗ്മെൻറ്റ് സ്പോർട്സ് ബൈക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു CBR 600RR ആയിരിക്കും നമുക്ക് സ്പോർട്സ് ബൈക്കായിട്ട് വരുന്നത്. അതിപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടില്ല. അത് ഒരു മാരകമായിട്ടുള്ളൊരു ബൈക്കാണ് കേട്ടോ. അതൊക്കെയാണെങ്കിൽ നമുക്കൊരു ISDEX 6R ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കിപ്പോൾ GXS 8R, പിന്നെ നമ്മളുടെ
CBR 650R, പിന്നെ ഡയറ്റോണ 660 ആണ് കേട്ടോ. ഡയറ്റോണ 660 വരുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് നിഞ്ച 650 ആണ്. ഇപ്പോൾ നമ്മളുടെ GXXും നമ്മളുടെ നിഞ്ച 650 ട്വിൻ സിലിണ്ടർ ബൈക്സാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് 3 സിലിണ്ടർ ആൻഡ് 4 സിലിണ്ടർ ഇപ്പോൾ ഒരു 12 lakhന് താഴെ വരുന്നത് ഇപ്പോൾ CBRും നമ്മളുടെ ഡയറ്റോണയായിരിക്കും. നമുക്കിപ്പോൾ ഡയറ്റോണയും ഈ ഒരു ബൈക്കും സിമിലറായിട്ടുള്ള ഒരു പവർ ഫിഗേഴ്സൊക്കെയാണ് കേട്ടോ വരുന്നത്. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നമ്മളുടെ CBR തന്നെ ആയിരിക്കും. പിന്നെ കാരണം നമ്മൾ ഹോണ്ടയാണ്, മെയിൻ്റനൻസ് അത്യാവശ്യം കുറവായിരിക്കും, വണ്ടി അത്യാവശ്യം റിലയബിളാണ്. എല്ലാ ബൈക്സും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 95 bhp ആൻഡ് 63 Nm ഓഫ് ടോർക്കാണ്. 15.4 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത് കേട്ടോ. നമുക്കിപ്പോൾ ഈ ബൈക്ക് യൂസ് ചെയ്യുന്നവർ പറയുന്നത് ഹൈവേയിലൊക്കെ ടൂറിങ് ടൈമിൽ ഒരു 22 ഒക്കെ കിട്ടുമെന്നാണ്. സോ അത് അത്യാവശ്യം നല്ല ഒരു മൈലേജാണ്. നിങ്ങൾക്ക് സിറ്റി റൈഡ്സിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 15 to 20 ഇടയ്ക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പിന്നെ ഇവിടെ ഹാൻഡിൽ ബാർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് കീ വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഡിസ്പ്ലേയുടെ വാക്ക് അറൗണ്ട് ചെയ്തായിരുന്നു. നമുക്കിപ്പോൾ കുറച്ച് മിസ്സായ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ഇപ്പോൾ ബ്രേക്ക് ലിവേഴ്സ് മാത്രമാണ് അഡ്ജസ്റ്റബിൾ വരുന്നത്. നമുക്ക് ക്ലച്ച് അഡ്ജസ്റ്റബിൾ അല്ല. ക്ലച്ച് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലച്ചാണ് കേട്ടോ. ഭയങ്കര ഹാർഡായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഈ റൈറ്റ് സൈഡിലായിട്ടാണ് ഹിൽ സ്വിച്ചും എൻജിൻ സ്റ്റാർട്ട് ബട്ടണും വരുന്നത്. ഇവിടെ താഴെയായിട്ട് ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ പാസ് ലൈറ്റ്, ട്രാക്ഷൻ കൺട്രോൾ ഇവിടെ നമുക്ക് ഓണും ഓഫും ചെയ്യാം. പിന്നെ ഇവിടെയാണ് ഹോൺ വരുന്നത്. ഇതിന് താഴെയായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത് കേട്ടോ. ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞു നമുക്ക് നമ്മളുടെ മീറ്റർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ബട്ടൺസാണ്. ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് എക്സോസ്റ്റ് ആണ്. വേറെ ആഫ്റ്റർ മാർക്കറ്റ് നമ്മളുടെ സ്ട്രെല്ലിൻ്റെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റൊക്കെ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ബാക്ക് സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പുതിയ ടെയിൽ ലാമ്പ് കാണാൻ പറ്റും കേട്ടോ. എനിക്ക് കണ്ടിട്ട് നമ്മളുടെ R1 വരുന്ന ആ ഒരു സെയിം ടൈപ്പ് ഓഫ് ടെയിൽ ലാമ്പായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ നമുക്കിവിടെ ഒരു ഷാർക്ക് ഫിൻ ഡിസൈനിൽ ഒരു ടെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റ് വരും. ഇവിടെ ഒരു റിഫ്ലക്ടർ കാണാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു 10 സ്റ്റെപ്പ് റീലോഡ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഫൂട്ട് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിയർ സെറ്റായിട്ട് ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് റിയർ സെറ്റാണ്. അപ്പോൾ നമുക്ക് ഈ ബൈക്കിൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ആഡ് ഓൺ ആയിട്ടാണ് വരുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ ബൈക്കിലല്ലാതെ ആഡ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ സീറ്റ് കൗൾ അഡീഷണൽ ഷോറൂമിൽ നിന്ന് വാങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ ടാങ്ക് പാഡ് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഇവിടെ ഒരു സ്റ്റിക്കർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മൾ ബൈക്ക് ടെസ്റ്റ് ഡ്രൈവ് ബൈക്ക് വരുന്നത് ഒരു ജൂൺ ആ ഒരു ടൈമൊക്കെ ആവുമെന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് അതിനു മുന്നേ ഏതെങ്കിലും ഒരു ബൈക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിവ്യൂ ചെയ്യാം, റൈഡ് റിവ്യൂ ഇടാം. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.